സീനിയുടെ സ്കൂളിൽ നിന്ന് സഹപാഠിക്കൊരു വീട് നിർമ്മിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. UP വിഭാഗം കുട്ടികളിൽ നിന്ന് ലഭിച്ച തുകയെ സൂചിപ്പിക്കുന്ന ബാർ ഡയഗ്രം താഴെ കൊടുത്തിരിക്കുന്നു. ഓപ്ഷൻ എ, ഏത് ക്ലാസ്സിൽ നിന്നാണ് ഏറ്റവും കുറവ് തുക ലഭിച്ചത്? അത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഏറ്റവും ഹൈറ്റ് കുറഞ്ഞ ബാർ ഏതാണോ അത് നിങ്ങൾ എഴുതിയാൽ മതി. അതേതാണ്? ആൻസർ 5A. അടുത്തത്, ഏതൊക്കെ ക്ലാസ്സുകളിൽ നിന്നാണ് ഒരേ തുക ലഭിച്ചത്? അപ്പോൾ ഒരേ ഹൈറ്റ് വരുന്നത് നമ്മൾ നോക്കിയാൽ അത് കണ്ടോ, 7000 വന്നിരിക്കുന്ന 2 എണ്ണം ഉണ്ട്. അത് ഏത് ക്ലാസ്? 6A, 7B എന്നുള്ളതാണ് ഓപ്ഷൻ ബിയുടെ ആൻസർ. ഇനി 5A 5B ക്ലാസ്സുകളിൽ നിന്ന് ആകെ ലഭിച്ച തുക. 5Aയിൽ നിന്നും 4500 രൂപയും 5Bയിൽ നിന്ന് 5000 രൂപയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് രണ്ടും കൂടെ 4500 5000 9000 രൂപയാണ് 5Aയിൽ നിന്നും 5Bയിൽ നിന്നും കളക്ട് ചെയ്തത്. 6Bയിൽ നിന്ന് ലഭിച്ച തുകയേക്കാൾ എത്ര കൂടുതലാണ് 7Bയിൽ നിന്ന് ലഭിച്ചത്? 6Bയിൽ കിട്ടിയത് 6500, 7Bയിലാണെങ്കിൽ 7000. എത്ര കൂടുതൽ കിട്ടി? 7000ത്തിൽ നിന്നും 6500 കുറച്ചാൽ പോരെ? ആൻസർ ഈസ് 500. ഈ ഡയഗ്രത്തെ അടിസ്ഥാനമാക്കി നിങ്ങൾ തന്നെ ഒരു ചോദ്യം തയ്യാറാക്കുക. നമുക്ക് തന്നെ ഒരു ചോദ്യം കണ്ടെത്താമല്ലേ? ഏതാ കണ്ടെത്താൻ പറ്റുന്നത്? നമുക്കിങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം അല്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കാം. ടീച്ചറുടെ മനസ്സിൽ തോന്നിയത് ആകെ 5A 5B 6A 6B 7A 7B ഇത്രയും ക്ലാസ്സിൽ നിന്നും ആകെ എത്ര രൂപ കളക്ട് ചെയ്തു എന്നുള്ളത് ചോദിക്കാമല്ലോ നമുക്ക്. അതൊരു നല്ല ചോദ്യമല്ലേ? അല്ല പിന്നെ നമുക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യം, ഈ ഇത്രയും ക്ലാസ്സുകളിൽ നിന്ന് ഏറ്റവും കൂടുതൽ തുക കളക്ട് ചെയ്തത് ഏത് ക്ലാസ്സുകാരാണ്? അപ്പോൾ നമുക്ക് പറയാം ആൻസർ 7A ക്ലാസ്സുകാരാണെന്ന് പറയാം. അങ്ങനെ വിവിധ തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താവുന്നതേ ഉള്ളൂ. ശരിയല്ലേ? ആക്ടിവിറ്റി 7, സ്കൂൾ സമ്പാദ്യ പദ്ധതിയിൽ നിക്ഷേപിക്കുന്നതിനായി ചില കുട്ടികൾ കൊണ്ടുവന്ന തുകയെക്കുറിച്ചുള്ള വിവരങ്ങൾ താഴെ പട്ടികയിൽ കൊടുത്തിരിക്കുന്നു. നീനു കൊണ്ടുവന്ന രൂപയുടെ കണക്കാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഈ 2 20 രൂപ നോട്ടുണ്ടായിരുന്നു. 10 രൂപ നോട്ട് എത്ര എണ്ണം ഉണ്ടായിരുന്നു? 5 രൂപ. അപ്പോൾ ആകെ രൂപ 2 20 രൂപയാകുമ്പോൾ 2 ഗുണം 20 40 രൂപയായി. 5 10 രൂപയാകുമ്പോൾ 10 ഗുണം 5 50 രൂപയായി. അപ്പോൾ 40ഉം 50ഉം 90 രൂപ. മീനു കൊണ്ടുവന്നാണെങ്കിൽ 3 20 രൂപ നോട്ടും 2 5 രൂപ നോട്ടും, അല്ലേ 2 10 രൂപ നോട്ടും. അപ്പോൾ എത്രയായി? 3 2 6 60 20 60 20 80. അങ്ങനെയാണെങ്കിൽ റംലയുടെയും മീരയുടെയും കൂടെ എഴുതാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ റംലയുടെയും മീനയുടെയും എഴുതുമ്പോൾ എത്ര വരും? 4 × 20ഉം 4 × 10ഉം. ഇതാണെങ്കിൽ 1 × 20ഉം 8 × 10ഉം. ടീച്ചർ ഒന്ന് എഴുതാമേ. 4 × 20 പ്ലസ് 4 × 10. 4 × 20 80 വരും. 4 × 10 40 വരും. അപ്പോൾ 120 എന്ന് കിട്ടും. ഇവിടെ 1 × 20 20 വരും. 8 × 10 80 വരും. ആൻസർ 100 എന്ന് വരും. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 20 രൂപ നോട്ടുകളുടെ എണ്ണത്തിനെ A എന്ന് വിളിച്ചു. അതുപോലെ 10 രൂപയുടെ എണ്ണത്തിനെ B എന്നും വിളിച്ചു. അപ്പോൾ ആകെ തുകയെ T എന്ന് വിളിച്ചാൽ എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും? എണ്ണത്തിനെയാണ് A എന്ന് വിളിച്ചത് കേട്ടോ. എണ്ണത്തിനെ A എന്ന് വിളിച്ചു. അപ്പോൾ A × 20 പ്ലസ് 10 രൂപയുടെ എണ്ണത്തിനെ B എന്ന് വിളിച്ചു. B × 10. ആകെ തുകയെ നമ്മൾ എങ്ങനെയെങ്കിലും വിളിച്ചു? T എന്ന് വിളിച്ചാൽ ഇതാണ് T = 20A. അത് നമുക്ക് എഴുതുമ്പോൾ കുറച്ചുകൂടി വൃത്തിയായിട്ട് എഴുതാം. എങ്ങനെ എഴുതാം? T ആദ്യം എഴുതുക. 20A പ്ലസ് 10B എന്ന് എഴുതാം. ഇൻറ്റു മാർക്ക് ഇടണമെന്നില്ല കേട്ടോ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ഉപയോഗിക്കുമ്പോൾ. T = 20A പ്ലസ് 10B. ഇത് ലെറ്റർ മാക്സുമായിട്ട് ബന്ധപ്പെട്ടാണ്, ഷോർട്ട് ഹാൻഡ് മാക്സിനകത്തെയാണ്. നിങ്ങൾ അത് നന്നായിട്ട് ചെയ്തോണം. ജസ്റ്റ് ആ അക്ഷരങ്ങൾ, ആ സംഖ്യകൾക്ക് നിങ്ങൾ അക്ഷരം കൊടുത്താൽ മാത്രം മതിയാവും. ലാസ്റ്റ് ആക്ടിവിറ്റിയാണ്. ഒരു ചിത്രം കാണിച്ചിട്ടുണ്ട്. ചിത്രത്തിൽ കാണുന്ന പെട്ടിയുടെ വ്യാപ്തം നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം. വോളിയം കണ്ടുപിടിക്കാം. വോളിയം = ലെങ്ത് × ബ്രെഡ്ത്ത് × ഹൈറ്റ്, അല്ലേ? പാദം ഗുണം ഉയരം ഗുണം വീതി. ഓപ്ഷൻ ബി എന്താ? നീളം 10 സെൻറ്റിമീറ്റർ, വീതി 4 സെൻറ്റിമീറ്റർ, ഉയരം 2 സെൻറ്റിമീറ്റർ വീതം അളവുള്ള പരമാവധി എത്ര പെട്ടികൾ ഈ പെട്ടിയിൽ അടുക്കി വെക്കാം? ഇതിനകത്ത് നമ്മൾ ചെറിയ ചെറിയ പെട്ടികൾ അടുക്കി വയ്ക്കാൻ പോവുക. ആ അടുക്കി വയ്ക്കുന്ന പെട്ടിയുടെ അളവാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ എത്ര എണ്ണം അടുക്കി വയ്ക്കാം? ഓപ്ഷൻ സി, ചിത്രത്തിലെ പെട്ടിയുടെ നീളവും വീതിയും ഉയരവും ഇരട്ടിച്ചാൽ വ്യാപ്തം എത്രയാകും? ഇത് ചിത്രത്തിലെ പെട്ടിയുടെ വ്യാപ്തത്തിൻ്റെ എത്ര മടങ്ങാണ് എന്നും കൂടി ചോദിച്ചിട്ടുണ്ട്. Find the volume of the box shown in the figure. Option B, what is the maximum number of boxes of length 10 cm, breadth 4 cm and height 2 cm that can be stacked in this box?
ഓപ്ഷൻ സി, ഇഫ് ദ ലെങ്ത്, ബ്രെഡ്ത്ത് ആൻഡ് ഹൈറ്റ് ഓഫ് ദ ബോക്സ് ഇൻ ദ പിക്ചർ ആർ ഡബിൾഡ്, what will be the volume? How many times this volume will be the volume of the box given in the picture? Okay. ഓപ്ഷൻ എ, ഇതിൻ്റെ വോളിയം ചോദിച്ചിട്ടുണ്ട്. വോളിയം എന്ന് പറയുന്ന വോളിയം ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. സോ ലെങ്ത് എന്ന് പറയുന്നത് 80, ബ്രെഡ്ത്ത് 40, ഹൈറ്റ് 10. 80 × 40 × 10, നീളം ഗുണം വീതി ഗുണം ഉയരം. സീറോസ് ഉള്ളതുകൊണ്ട് സീറോസിനെല്ലാം ഒഴിവാക്കിയിട്ട് 8 4s are 32 × 1 32 തന്നെ. എത്ര സീറോ കൊടുക്കണം? 3 സീറോസ് കൊടുത്താൽ മതി. ഇത്രയും സെൻറ്റിമീറ്റർ ക്യൂബാണ് എന്ത് വോളിയം ഓഫ് ദിസ് ബോക്സ്. അടുത്തത് ഓപ്ഷൻ ബി എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഇതിനകത്ത് എന്ത് ചെയ്യണം നമ്മൾ? 10 സെൻറ്റിമീറ്റർ, അതായത് 10 സെൻറ്റിമീറ്റർ നീളവും 2 സെൻറ്റിമീറ്റർ വീതിയും 4 സെൻറ്റിമീറ്റർ ഉയരവുമുള്ള എത്ര ബോക്സസ് ഇതുപോലത്തെ ഇങ്ങനെ അടുക്കി ഇതിനകത്ത് വയ്ക്കാം. ഇത് തുറന്നിട്ട് നമ്മൾ ഇതിനകത്ത് അടുക്കി വയ്ക്കുക കേട്ടോ. അങ്ങനെ എത്ര എണ്ണം അടുക്കി വയ്ക്കാമെന്ന് ചോദിക്കുമ്പോൾ ഈ ഓരോന്നിൻ്റെയും വോളിയം നമ്മൾ കണ്ടുപിടിക്കുക. ഇതെല്ലാം സെയിം ആണല്ലോ, അതിനകത്ത് ഒരെണ്ണത്തിൻ്റെ വോളിയം കണ്ടുപിടിക്കുക. അതൊക്കെയാണ് വോളിയം ഈക്വൽ ടു ആ ചെറിയതിൻ്റെ വോളിയം 10 × 2 × 4, അതായത് 4 2s are 8, 80 സെൻറ്റിമീറ്റർ ക്യൂബാണ്. അപ്പോൾ ഇങ്ങനെ ഇതിനകത്തേക്ക് ഇതുപോലത്തെ എത്ര എണ്ണം വെക്കാമെന്നല്ലേ ചോദ്യം. അപ്പോൾ ഈ നമ്പർ ഓഫ് ബോക്സസ് കണ്ടുപിടിക്കാനുള്ള മാർഗം വലിയ വോളിയം കൊണ്ട് ഈ ചെറിയ വോളിയത്തിനെ ഡിവൈഡ് ചെയ്താൽ മതിയോ. അപ്പോൾ നമ്പർ ഓഫ് ബോക്സ് എന്ന് പറയുന്നത് 32,000 ഡിവൈഡഡ് ബൈ 80. സീറോസ് കട്ട് ചെയ്തു. ബാക്കി 3200-നെ 8 കൊണ്ട്, 8 4 അല്ലേ 32. സോ ബാക്കി 400, അതായത് 400 എണ്ണം നമുക്ക് ഇതിനകത്തേക്ക് എന്ത് ചെയ്യാം? ചെറുതായിട്ട് അടുക്കി വെക്കാൻ പറ്റും. എത്ര എണ്ണം? 400 എണ്ണം. അടുത്ത ചോദ്യം എന്താണ്? ഓപ്ഷൻ സി എന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാം വശങ്ങൾ ഇരട്ടിയായാൽ, ഡബിളാക്കിയാൽ, അതായത് 80 എന്നുള്ളത് എത്ര ആക്കണം? 160 ആക്കി. 40 എന്നുള്ളത് എത്ര ആക്കി? 80 ആക്കി. 10 എന്നുള്ളത് എത്രയാക്കി? ഇരട്ടിയാക്കിയാന്ന് വെച്ചാൽ 20 ആക്കിയെങ്കിൽ വോളിയം എത്ര? അപ്പോൾ വോളിയം ഈക്വൽ ടു എന്താണ്? 160 × 80 × 20, എല്ലാം ഇരട്ടിയാക്കി നോക്കി. അപ്പം 16 × 8 × 2 എത്രയായി? 8 2 16, 16 × 16 256, 1 2 3 0 ഇടുക. അപ്പോൾ 110 100 1000 14 ലക്ഷം 2,56,000 സെൻറ്റിമീറ്റർ ക്യൂബായി. അപ്പോൾ ഇത് ആദ്യത്തേതിൻ്റെ എത്ര മടങ്ങ്? ആദ്യം നമുക്ക് കിട്ടിയ ആൻസർ എത്ര? 32,000-നെ എത്ര കൊണ്ട് ഗുണിച്ചാലാണ് 2,56,000 കിട്ടുക എന്നാണ് നോക്കണ്ട. അതിനുള്ള മാർഗം എന്താ? 2,56,000-നെ നമ്മൾ എന്ത് ചെയ്താൽ 32,000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയാവും. സീറോസ് എല്ലാം കട്ടായി. ബാക്കി 256 ഡിവൈഡഡ് ബൈ 32 എത്രയാണ്? നമുക്ക് 8 എന്ന് പറയാം കേട്ടോ. 32 × 8 നോക്കാം. 8 2 16, ശിഷ്ടം 8 24 25 കണ്ടോ? 8 മടങ്ങ്. എത്രയാണ്? 8 മടങ്ങ്, 8 ടൈംസ് കേട്ടോ ഇൻക്രീസ് ആയിരിക്കും. ആദ്യത്തെ വോളിയത്തിൻ്റെ 8 മടങ്ങ് കൂടുതലായിരിക്കും ഡബിളാക്കിയാൽ, ഓർത്തിരുന്നോണം. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഫുള്ളായിട്ട് ടീച്ചർ 2 വീഡിയോയിലായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കാൻ മറക്കരുത്. ഇനി നിങ്ങൾക്ക് വീഡിയോ എക്സാമിന് മുന്നേ വേണമെങ്കിൽ ടീച്ചറെടുത്ത് ആവശ്യപ്പെട്ടാൽ മതി, ടീച്ചർ ഇട്ട് തരാം കേട്ടോ. ഓക്കെ, നന്നായി പരീക്ഷ എഴുതണേ.